ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ. അപ്പം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒഡീഷയിലെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു, മോന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എന്താണ് കൊടുത്തു വിടുന്നത്. അത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവിലും കാഷ്നട്ടും ഇട്ടിട്ടുള്ള പൗഡറാണെന്ന്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കാണിക്കുമോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ അതാണ് കുക്കിംഗ് ആണ്. അപ്പം അതവിടെ ഞാൻ കാണിച്ചു തരാം. ക്യാമറ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അവിലാണ്. അവൽ ഞാനിവിടെ ഒരു ബൗളാണ് വെച്ചത്. 2 ബൗൾ അവലെടുത്തിട്ടുണ്ട്. കൂടെ ഇതാ നിലക്കടല, നമ്മുടെ ഒരു ചെറിയ ബൗളിൽ നിലക്കടല, പിന്നെ വറുക്കാത്ത നിലക്കടല കേട്ടോ, പച്ച നിലക്കടല. ഇത് നമ്മളെ പൊട്ടുകടല, പിന്നെ ഒരു ബൗള് പിസ്ത ബദാം, പിന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ കശുവണ്ടി കാഷ്നട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വലിയ പരിപ്പില്ലേ, ഈ പൊട്ടുകടലയുടെ ആ സൈസിലുള്ള ആ കടലപ്പരിപ്പ്, വലിയ പരിപ്പ്, അതാണ് ഒരു ബൗൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് വേണമായിരുന്നു. എൻ്റെ കയ്യിൽ ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ഗോതമ്പ് നമ്മൾ പൊടിയല്ല, വറക്കാത്ത പച്ച ഗോതമ്പ് കഴുകി ഉണക്കിയത്, അത് വേണം. അപ്പോൾ ബിസ്ക്കറ്റ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ തിൻ ആരോ റൂട്ട്. തിൻ ആരോ റൂട്ടാണ്. ഈ തിൻ ആരോ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂവയില്ലേ, കൂവ പൊടിയാണ്. ഇത് കൂവേൻ്റെയാണ്. അപ്പോൾ കൂവയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ എണ്ണയില്ലാതെ വെറും ചീച്ചട്ടിയിൽ ചൂടാക്കി എടുത്തിട്ട് പൊടിച്ച് ഡബ്ബയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും പ്രായമായവർക്കായാലും വലിയവർക്കായാലും ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കും. മോക്കിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ചത് ജസ്റ്റ്. പിന്നെ അറോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ആയാലും മതി. വേറെ ബിസ്ക്കറ്റ് ഒന്നും ഇടരുത്, മാരിഗോൾഡ്, ഓൺലി മാരിഗോൾഡ്. ബിസ്ക്കറ്റ് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെ ബിസ്ക്കറ്റ് ഇടരുത്. ഇത് കാഷ്നട്ടിൻ്റെ ഡബ്ബയിൽ ഇട്ട് വെച്ചാൽ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ട് ഈ പൊടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കമോൺ. അപ്പോൾ നമുക്ക് ആദ്യം ചീനച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അവൽ വറുത്തെടുക്കണം. എണ്ണയും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്കത് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് നല്ലൊരു പാൻ വെച്ച് നന്നായിട്ട് നല്ല കട്ടിയുള്ള ചീനച്ചട്ടി വെക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല അവൽ. അപ്പോൾ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അവലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ നേരത്തെ കാണിച്ചത് ഒരു ബൗളാണ്, പക്ഷേ 2 ബൗൾ ഞാൻ അവൽ വറുക്കുന്നുണ്ട്. അത് കൂടെ നിന്ന് വറക്കുക. ഇനി ഇല്ല എങ്കിൽ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ജോലിയൊക്കെ ചെയ്യാം, അത് പതുക്കെ ആയിക്കോളും. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാണ്. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് അവൽ തന്നെ ഇട്ട് വറക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കറിയാം. ഗ്യാസ് കുറച്ച് വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കും. അതിൻ്റെ പാകമാകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയണം. അതാണ് അതിൻ്റെ ശരിക്കും പൊടിയണം, എന്നാലാണ് അത് കറക്റ്റ് പാകം. കരിഞ്ഞിട്ടൊന്നുമില്ല, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ അവില് ആയി. ഞാൻ പറഞ്ഞല്ലോ, പൊടിയുന്ന ഇത് മതി, നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മുറത്തിലേക്ക് ഇടാം. അപ്പോൾ അവൽ മുറത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി കാഷ്നട്ടാണ് ഞാൻ വറുക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിക്കാതെ ഇതുപോലെ കരിഞ്ഞു പോകരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നില്ല. ഇതുപോലെ മതി, അധികം കരിയരുത്, പക്ഷേ പാകമാകുകയും ചെയ്യണം, പച്ചയായിട്ട് ഇരിക്കരുത്. എന്നിട്ട് അതേ മുറത്തിലേക്ക് തന്നെ ഇട്ടു. ഇനി നമുക്ക് പിസ്ത ബദാമാണ്. അതും നന്നായിട്ട് വറുത്തെടുക്കണം. അതിങ്ങനെ പൊട്ടും, കടല പൊട്ടുന്നത് പോലെ പൊട്ടി ഇങ്ങനെ വിണ്ട് കയറി വരും. അതാണ് അതിൻ്റെ പാകം. ഒന്ന് കടിച്ച് തിന്നാലും നമുക്കറിയാൻ പറ്റും അതിൻ്റെ പാകം. അപ്പോൾ അതും നമ്മൾ വറുത്തെടുത്തു. ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊടിയൊരു കയ്പ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി നിലക്കടല ഇട്ടു. നിലക്കടലയും നന്നായിട്ട് ചൂടാക്കി. അപ്പോൾ അങ്ങനെ പൊട്ടും, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇനി നിലക്കടലയും നമ്മൾ വറുത്തെടുത്തു. പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇനി നിലക്കടലയും വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പൊട്ടുകടലയാണ്. അപ്പോൾ പൊട്ടുകടല വറുക്കുമ്പോൾ നന്നായിട്ട് നോക്കി വറുക്കണം. അത് പെട്ടെന്ന് കരിഞ്ഞു വേവാൻ കുറച്ച് സമയമുണ്ട്. ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കൂടെ നിന്ന് ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് പോലെ ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇതെല്ലാം
വറുത്ത് കഴിഞ്ഞ് ഇതുമായി ഇത് നമ്മൾ ഓക്കെ ആയി. ഈ ഒരു ഗോൾഡൻ കളറായാൽ മതി, വേഗം കരിഞ്ഞു പോകും. പൊട്ടുകടല നമ്മൾ വേറെ തന്നെ വെക്കണം, കാരണം അത് പൊടിക്കുമ്പോൾ ഇതിൻ്റെ ഇത് അവലൊക്കെ വേഗം പൊടിഞ്ഞു കിട്ടും, പക്ഷെ പൊട്ടുകടലയിൽ തരി ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ചെറിയ ജാറിലിട്ട് അരിക്കണം. അതുകൊണ്ടാണ് അത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. ഇതാ അപ്പം നമ്മൾ വറുത്ത് വെച്ചതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെല്ലാം തണുത്തു. അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം വേണം പൊടിക്കാൻ. നമുക്കിത് ഇങ്ങനെ പാറ്റിയെടുത്താൽ നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെ മുറം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊടിയൊക്കെ താഴെ വരും. എന്നിട്ട് മുകളിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് പൊടിക്കണം. അവൽ മാത്രം ആവരുത്. കടലയും ബദാമൊക്കെ പൊടിക്കുമ്പോൾ മിക്സ് ചെയ്തിട്ട് വേണം പൊടിക്കാൻ. അല്ലെങ്കിൽ അത് പൊടിച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ അതിൽ താഴെ ജാറിൽ ഇങ്ങനെ പറ്റി പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിക്സ് ചെയ്ത് പൊടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അരിക്കൊന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. നമ്മളെ വലിയ പരിപ്പില്ലേ, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്, അത് നല്ല തരി ഉണ്ടാവും. അപ്പോൾ ചെറിയ ജാറിൽ അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം, അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ എന്നിട്ട് വീണ്ടും അതൊന്നും കൂടി പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഗോതമ്പ്, ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് ഇതിന് മെയിനാണ്. എനിക്ക് ഗോതമ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഗോതമ്പ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പൊടി ഇടരുത്, അപ്പോൾ അത് വേറെ ഇതായി പോവും. പക്ഷെ ഗോതമ്പ് കഴുകി ഉണക്കിയത് ഇതുപോലെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തത്, കുറേയൊന്നും വേണ്ട. ഇതുപോലെ ഓരോ ബൗള് ഗോതമ്പ് ഓരോരോ ബൗള് തന്നെ മതി. അവൽ മാത്രമാണ് കൂടുതൽ എടുക്കുന്നത്, ബാക്കിയെല്ലാം സെയിം മതി. അപ്പോൾ ഇനി ഇത് ഞാൻ പറഞ്ഞ വലിയ പരിപ്പ് ചെറിയ ജാറിലിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറിയ ജാറിലിട്ട് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. വലുതിലാണ് അടിക്കുന്നതെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇടാം. അപ്പോൾ ഇനി എല്ലാം പൊടിയും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഇത് ഫുള്ള് ഇടണ്ട, വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഫുള്ള് ഇടാം. പക്ഷേ അധികം ബിസ്ക്കറ്റ് ആയിപ്പോയില്ല, അപ്പോൾ അധികം ബിസ്ക്കറ്റ് വേണ്ട. ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് ഇട്ട് ചെയ്യുന്നത്. ഇനി ബിസ്ക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബിസ്ക്കറ്റ് ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ നന്നായി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി പൊടിച്ചിടണം, എന്നാലാണ് അതെല്ലാം കറക്റ്റാകുന്നത്. ഞങ്ങൾ ഇവിടെ പഞ്ചസാര അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ പൊടി ചേർക്കുന്നില്ല, ആവശ്യത്തിന് ഇട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷേ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ പഞ്ചസാര പൊടി കൂടി ചേർക്കലുണ്ട്. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പൊടി ഒരു ഓർലിസ് ഡബ്ബയിലാക്കിയിട്ട് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്തതായിരിക്കും. അപ്പോൾ പിന്നെ വേറെ പഞ്ചസാര തപ്പുണ്ടല്ലോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് കലക്കിയിട്ട് വിശപ്പിന് ഒക്കെ നല്ലതാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ്. ഇത് ഒഡീഷയിലെ എല്ലാവരും, പ്രായമായവരും എല്ലാവരും കഴിക്കുന്ന ഒരു ഇതാണ്. ഒഡീഷ സ്പെഷ്യലാണ് ഇത്. എല്ലാവർക്കും ഇവിടെ നല്ലൊരു ഭക്ഷണമാണ്. കാരണം ഇത് നമ്മളെ പൊട്ടുകടല, ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊട്ടുകടല അങ്ങനെ ഡയറക്റ്റ് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഈ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക്, മാസങ്ങളോളം കേടുവരില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അർജൻറ്റായിട്ട് പോകുമ്പോൾ ഇതങ്ങ് എടുത്ത് കണ്ടോ നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതൊരു രണ്ട് സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് പോയാൽ മതി. കുക്കിങ്ങൊക്കെ ഇപ്പം എവിടെയെങ്കിലും കുറച്ച് ദൂരെ യാത്രയൊക്കെ പോകുന്ന ഭക്ഷണം വെക്കാൻ സമയമില്ലെങ്കിൽ ഈ പൊടി കഴിച്ചിട്ടാണ് പോവുക. പിന്നെ സ്കൂളിൽ ഇവിടെയുള്ള എല്ലാ പിള്ളേരും രാവിലെ ഇവിടെ ക്ലാസ് തുടങ്ങുമല്ലോ 7 മണിക്ക്. അപ്പോൾ എല്ലാ പിള്ളേരും രാവിലെ ഇത് കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഈ വേറെ ഭക്ഷണമൊന്നും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് വേണ്ട, ഇത് മതി. ഒരു ഗ്ലാസ്സിൽ കലക്കി അങ്ങ് കുടിപ്പിച്ചിട്ട് അങ്ങ് വിടുക. പാലൊഴിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുക. ഇനി പാലില്ലെങ്കിൽ അമുൽ പൊടി ഇട്ടാലും മതി. ഇനി അത് രണ്ടും ഇല്ലെങ്കിലും പാലൊഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി പാലിഷ്ടമില്ലാത്തവർ അമുൽ ഇട്ടാൽ മതി. ഇനി ഇല്ല, നമ്മളൊക്കെ വെള്ളം ഒഴിച്ചായാലും കഴിക്കും. വയറിന് നല്ലതാണ്. രാവിലെ ഭക്ഷണമൊക്കെ നമ്മളിപ്പോൾ എൻ്റെ തന്നെ രാവിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് എങ്ങാനും എന്തെങ്കിലും വെക്കാൻ ലേറ്റാകുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക, എല്ലാ പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്യുക. നല്ല വറുത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇനി ഡബ്ബിലിട്ട് വെച്ചാൽ മതി. പൊടി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം ഞാൻ ഒരു ബൗളാണ് കാണിച്ചത്, പക്ഷെ ഞാൻ 2 ബൗള്
അവൽ വറുത്തിരുന്നു. അപ്പോൾ അത് അവല് കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും പൊടിയായത്. അപ്പോൾ അവല് കുറച്ച് അധികം തന്നെ വെക്കണം. അവിലാണ് മെയിൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊടി അങ്ങനെ ഇവിടെ നോക്കുന്നത് ഇതാ കണ്ടോ, ഇതിങ്ങനെ ഇത്രയും പൊടി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഞാൻ ബിസ്ക്കറ്റ് ഇതിൻ്റെ ഇത്രയും ഒരു ഭാഗം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒഡീഷയിൽ ചെറിയ കുഞ്ഞുങ്ങൾ 7 മാസം 8 മാസം ആയ കുഞ്ഞുങ്ങൾ വരെ ഇതാണ് കഴിക്കുന്നത്. കുറുക്കായിട്ട് ഉപയോഗിക്കാം. പുറത്തുനിന്ന് വാങ്ങിയ പൊടിയല്ല, ഇങ്ങനെ അമ്മമാരിങ്ങനെ പൊടിച്ച് വെക്കും. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതാണ് 3 നേരവും 4 നേരമൊക്കെ കലക്കി കൊടുക്കുന്നത്. അരിപ്പയിൽ അരിച്ച പൊടിയായിരിക്കണം, തരി പാടില്ല. വലിയ കുട്ടികൾക്ക് ഇതുപോലെ മതി. ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അരിപ്പയിൽ അരിച്ചിട്ട് വേണം, ആ പൊടിയായിരിക്കണം. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അവല് കശുവണ്ടിയൊക്കെ ഇട്ടിട്ടുള്ള പൊടി. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. എല്ലാം ഒന്ന് വറുത്ത് പൊടിക്കണമെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ഫുഡാണ്. പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഇനി പഞ്ചസാര നിങ്ങൾക്ക് ഇടണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, പഞ്ചസാരയായിട്ട് ഇടരുത്, പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയി. കാരണം ഇപ്പോൾ മോക്ക് ഹോസ്റ്റലിലേക്കൊക്കെ ഞാൻ കൊടുത്തു വിടുമ്പോൾ പഞ്ചസാര ഒക്കെ വേറെ കൊടുക്കുന്നൊന്നുമില്ല, പഞ്ചസാര പൊടിച്ച് അതിൽ ചേർക്കും. ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് അമൂലിൻ്റെ പൊടിയും പഞ്ചസാര ചേർത്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡബ്ബിൽ കൊടുക്കുന്നത്. അപ്പോൾ മോള് സ്പൂണിൽ എടുത്തിട്ട് കഴിക്കും. അപ്പോൾ ഇവിടെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഞ്ചസാര ചേർക്കില്ല. കാരണം ചേട്ടൻ കഴിക്കുമ്പോൾ അധികം മധുരം വേണ്ട, അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല. ആവശ്യത്തിന് ചേർത്തിട്ട് കഴിക്കുക. കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് തന്നെ എനിക്ക് ഒരുപാട് പൊടിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ പൊടി ഉണ്ടായിരുന്നു, പൊടി. അപ്പോൾ ഇതൊന്നും ആവില്ല, നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ വറുത്ത പൊടിയായത് കാരണം 3-4 മാസം വരെ ഒന്നും ആവില്ല. പിന്നെ ചേട്ടനും കഴിക്കലുണ്ട്, പിന്നെ ഞാനും കഴിക്കലുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് നമ്മൾ ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് 2-3 മാസമൊക്കെ വെക്കുമ്പോൾ ഇതിന് ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ബിസ്ക്കറ്റ് ചേർക്കുന്നത്. ബിസ്ക്കറ്റ് ചേർക്കണമെന്നില്ല, ഒരിച്ചിരി ടേസ്റ്റിന് വേണ്ടിയാണ് ബിസ്ക്കറ്റ് ചേർക്കുന്നത്. പക്ഷെ ബിസ്ക്കറ്റൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ അധികം കുറേ ദിവസം വെക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഇതാണ് നമ്മുടെ ഒഡീഷ സ്പെഷ്യൽ. ഇവിടെ ഒഡീഷയിൽ പറയുന്നത് ചത്വ എന്നാണ്. നമ്മുടെ അവൽ വറുത്ത പൊടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.